ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിലുള്ള ഒരു മിനിരത്ന കമ്പനിയായിട്ടുള്ള കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പെർമനൻറ്റ് വേക്കൻസിയാണ്. അത്യാവശ്യം സാലറി ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എക്സാം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. കൂടെ കാണാത്ത കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 9/5/2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വിവിധ വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെ വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 9/5/2025, ക്ലോസിംഗ് ഡേറ്റ് 24/5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. പോസ്റ്റ് കോഡ്, നെയിം ഓഫ് ദ പോസ്റ്റ്, നമ്പർ ഓഫ് വേക്കൻസിയിൽ റെഗുലർ ബാക്ക്ലോഗ് എന്താണെന്നെല്ലാം പറയാം. ഇതിന് അപ്പർ ഏജ് ലിമിറ്റ്, അതുപോലെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമ്മൾ പുതുതായിട്ടൊരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. GOCL നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി സ്പേസ് ഇടാതെ 40 അടിച്ചാൽ ഇതിൽ നിന്ന് ഒരു 200 rupees പാടാൻ മൈനസ് നിങ്ങൾക്ക് ഓഫറായിട്ട് ലഭിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. കുറഞ്ഞ ദിവസത്തേക്ക് ഓഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങളിതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും L&T വേക്കൻസീസ് ഉണ്ട്. ഇതൊക്കെ മെയിൽ വേക്കൻസിയാണ്. മെയിൽ ജോബ്സ് ആണ് വേറൊരു ഫോൾഡർ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ അപ്രന്റീഷിപ്പ്, ഇന്റേൺഷിപ്പ്, അതുപോലെ എയർപോർട്ട് ജോബ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ക്യാബിൻ ക്രൂവിൻ്റെ വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ PDF ആണ് അതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ജോബ് ഫെയർ ഒരു ഫയൽ അതിലുണ്ട്. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള വേക്കൻസികളുണ്ട്. ആമസോൺ വർക്ക് ഫ്രം ഹോമിൻ്റെ വേക്കൻസി ഉണ്ട്. പിന്നെ നമുക്ക് കേരളത്തിൽ ആമസോണിൻ്റെ വേക്കൻസി ഉണ്ട്, കൊച്ചിയിലൊക്കെ ആയിട്ടുള്ള. അതുപോലെ സൈലത്തിൻ്റെ വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതൊരു ആപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് GOCL എജുലാൻഡ് നമ്മുടെ ഇത് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ പ്ലേ സ്റ്റോറിൻ്റെ ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്പ് GOCL എജുലാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി മറ്റു ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈ ചെയ്തോളൂ. കുറഞ്ഞ ദിവസങ്ങളിലേക്ക് ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ. 200 rupees. പിന്നെ നമ്മൾ ആ ഒരു 499 എന്നുള്ള റേറ്റിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് 101 ഇവിടെ കാണാം. മാനേജ്മെൻറ്റ് ട്രെയിനിങ് മാർക്കറ്റിംഗ് ആണ്. ഇതിൽ 9 വേക്കൻസി ഉണ്ട്. STക്ക് ഒരു വേക്കൻസി, OBCക്ക് 2, SC 1, EWS 1, ജനറൽ 4. ഇതിൽ റെഗുലർ വേക്കൻസി എന്ന് പറയും. ഇത് ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ ഫില്ലാത്ത വേക്കൻസിയാണ്. അതിൽ SCക്ക് ഒരു റിസർവ് വേക്കൻസിയും ഉണ്ട്. അപ്പോൾ റെഗുലർ വേക്കൻസി പറഞ്ഞാൽ ഇപ്പം ഈ കറണ്ട് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള വേക്കൻസികളാണ് റെഗുലർ വേക്കൻസി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ടോട്ടൽ അങ്ങനെ 10 വേക്കൻസിയാണ്. അതിൽ നിങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് MBA അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റിലുള്ള MBA കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിലുള്ള PG ഉണ്ടായിരിക്കണം. അതായത് MBAക്ക് തുല്യമായിട്ടുള്ള PG ഉള്ളവരാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് കോഡ് 102 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് അക്കൗണ്ട്സ് ആണ്. ഇതിൽ ടോട്ടൽ 10 വേക്കൻസിയാണ്. റെഗുലറിൽ 1, ബാക്ക്ലോഗിൽ 3 വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് 30 CA അല്ലെങ്കിൽ CMA ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് 103 ആണ്. ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് ആണ്. 115 വേക്കൻസി ഇതിലുണ്ട്. റിസർവ് വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ബാക്ക്ലോഗ് വേക്കൻസി ഒരു 3, 6, 9, 10 വേക്കൻസി ഇതിൽ ബാക്ക്ലോഗ് വേക്കൻസി ഉണ്ട്. ആകെ മൊത്തം 125 വേക്കൻസിയാണ്. 30 ഏജ് ലിമിറ്റ്. ഇതിലേക്ക് BSc അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്ക് മതി കേട്ടോ. ഇനി ജൂനിയർ അസിസ്റ്റൻറ്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബിലേക്കാണ്. ഇതിൽ SCക്ക് ഒരു വേക്കൻസി റെഗുലറിൽ, പിന്നെ OBCക്ക് ഒരു വേക്കൻസി ബാക്ക്ലോഗിലാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2 വേക്കൻസി. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണം. 45% മതി SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാം. നമുക്ക് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റ് വൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് 1 വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3, PWD ആണെങ്കിൽ 10 വർഷം, എക്സ് സർവീസ്മാൻ ഒക്കെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും.
പിന്നെ ഇതിലേക്ക് അപേക്ഷ ഫീസ് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1500 രൂപ ടോട്ടൽ പേയ്മെൻറ്റ് അടിക്കണം. SC ST എക്സ് സർവീസ്മാൻ PWD ആണെങ്കിൽ 500 രൂപ ഫീ അടിച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർ അറിയേണ്ടതിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, അതിൻ്റെ ഫയൽ സൈസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു 50 KB 80 KB എല്ലാം ആയിരിക്കണം. JPG ഫോമാറ്റ് ആയിരിക്കണം. സിഗ്നേച്ചർ വേണം. പിന്നെ അതുപോലെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇനി എന്തെങ്കിലും മറ്റു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി ഇവിടെ അതോടൊപ്പം നിങ്ങൾക്ക് SMS അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടാണ് ഇതിൻ്റെ കോൾ ലെറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ SMS ആയിട്ടൊക്കെ നിങ്ങൾ അറിയിക്കും. എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിലുള്ള ചെന്നൈയും ബാംഗ്ലൂരൊക്കെ പോയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ പറയാനുള്ളത് ജസ്റ്റ് നോക്കാം നമുക്ക്. അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനിയുടെ സ്കീം ഓഫ് എക്സാമിനേഷൻ, ഓരോ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷനിൽ കൊടുത്തിട്ടുണ്ട്. 5 പാർട്ടാണ്, 120 ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് വരുന്നത് കേട്ടോ. അതിൽ പാർട്ട് 1, പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3, പാർട്ട് 4 അതിൽ ഏതൊക്കെയാണ് വരുന്നത്? 15 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് നോളജ് അതുമായി ബന്ധപ്പെട്ട് 60 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ പോസ്റ്റിൻ്റെ അവിടെ കാണാം. മാനേജ്മെൻറ്റ് ട്രെയിനി, അക്കൗണ്ട്സിൻ്റെ, അങ്ങനെ എല്ലാത്തിൻ്റെ ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ നോക്കി ഇതിൽ തന്നെ സിലബസ് ഉണ്ട്. വേറെ നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽ കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് SC ST OBC അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുടെയൊക്കെ PWD കാൻഡിഡേറ്റ്സിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകൾ ഇതിലുണ്ട്. ആവശ്യമുള്ളതിനനുസരിച്ച് തയ്യാറാക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. GSC ലെജിനലിലേക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം, താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം CCI എന്ന് കാണാം. അപ്പോൾ ഈ CCI റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടില്ല, താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ എവിടെയും കണ്ടില്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ല, ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. CCI എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ CCI റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഇതാ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കാം. ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കിതാ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് ടു രജിസ്റ്റർ എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യാറുള്ളത് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ മതി. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഫോം കാര്യങ്ങളൊക്കെ ലോഡായിട്ട് വരും. നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. അത്ര വലിയ പ്രശ്നമുള്ള ഫോം എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലിക്കേഷന്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്